ആ ഇവിടെ എന്നാ വേണ്ടത് കഴിക്കാൻ? മസാല ദോശയുണ്ട്, നെയ് റോസ്റ്റ് ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തി കറി സോയാബീൻ, കടലയുണ്ട്, പിന്നെ ഗ്രീൻ പീസ്. ഇതാ വേണ്ടേ? ഒരു പ്ലേറ്റ് ചപ്പാത്തി സോയാബീൻ. അവിടെ മസാല ദോശ. ആ ചേട്ടാ ഇവിടെ എന്താ വേണ്ടത് കഴിക്കാൻ? ചോറില്ലല്ലോ ഇപ്പം. ബിരിയാണി എടുക്കട്ടെ? ആ ബിരിയാണി. ഇവിടെ എന്താ ചേട്ടാ? നെയ് റോസ്റ്റ്. ഇതാ ഒരു പ്ലേറ്റ് ചപ്പാത്തി സോയാബീൻ, ഒരു നെയ് റോസ്റ്റ്, ഒരു ബിരിയാണി. ഇവിടെ എന്താ വേണ്ട ചേട്ടാ? തൈര് ഇവിടെ. എന്താ മുതലാളി വിളിച്ചേ? അത് ലേറ്റ് ഒക്കെ എടുത്താൽ മറന്നുപോയതാണ്. അതിൻ്റെ ഇടയിലാണ് ഒരാൾ വന്നത്. മറന്നുപോയതാണ്, അതുകൊണ്ടാണ്. അല്ലാണ്ട് ഇല്ല മുതലാളി, എനിക്ക് ഈ സ്ഥാപനത്തിൽ ലേറ്റ് വേണ്ടാണ്ട് കളയണമെന്നുണ്ടോ? എനിക്കറിയാം, ഞാൻ എൻ്റെ വീട്ടിൽ കറണ്ട് ചാർജ് അടക്കുന്നതാണ്. അതുകൊണ്ട് കറണ്ടിൻ്റെ ബില്ല് എനിക്ക് നന്നായിട്ട് അറിയാം. മുതലാളി ക്ഷമിക്കണം മുതലാളി. എന്ത് മുതലാളി എന്താ വിളിച്ചേ? യൂസ്ലെസ് എന്ന്? മുതലാളി, ഞാനിവിടെ സപ്ലയർ ആയെന്ന് വിചാരിച്ചിട്ട് എനിക്ക് അത്ര അറിവില്ലാന്ന് വിചാരിക്കരുത്. ആ വാക്കിന്റെ അർത്ഥമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടാ. വീട്ടിൽ ഓരോ ദാരിദ്ര്യം കൊണ്ടാ മുതലാളി ഈ പണിക്ക് വന്നത്. അല്ലാണ്ട് നിങ്ങളെപ്പോലുള്ള മുതലാളിമാരുടെ ആട്ടും തുപ്പും സഹിച്ചൊന്നും എന്നെപ്പോലുള്ളവർ കഴിയില്ല. മുതലാളിക്കറിയോ, ഇന്ന് രാവിലെ 7 മണിക്കാണ് ഞാൻ ഇവിടെ പണിക്ക് വന്നത്. ഇപ്പൊ ഉച്ചയ്ക്ക് 3 മണി 4 മണി നേരവണ്ണം ഭക്ഷണം കഴിച്ചിട്ടില്ല, അറിയോ? എന്നിട്ടും ഞാൻ ആത്മാർത്ഥത്തോടെ ജോലി ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്നെ മുതലാളി യൂസ്ലെസ് എന്ന് വിളിച്ചോലെ? എടോ, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം. എൻ്റെ യോഗം കൊണ്ട് തൊഴിലാളി, നിന്റെ ഭാഗ്യം കൊണ്ട് മുതലാളിയായി. അത് വിചാരിച്ചിട്ട് എന്തും വിളിക്കാമെന്നുമില്ല, ഇത് വേണ്ട കേട്ടോ. നിങ്ങളെപ്പോലെ മുതലാളിമാർക്ക് ചില ആൾക്കാർക്കൊക്കെ ഉണ്ട് ഇല്ല പണവും മറ്റു പത്രാസൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെന്തും ചെയ്യാം, എന്ന് വിളിക്കാം. അത് വേണ്ട. ശിവ വന്നേ. ഇയാളെന്നെ യൂസ്ലെസ് എന്നാ വിളിച്ചത്. എന്നെയും നിങ്ങളെയൊക്കെ എത്ര നാൾ ഇയാളിന്ന് ചീത്ത പറയുന്നുണ്ട്. ഞാൻ ഇവന്റെ പണിക്കൊന്നും ഞാൻ നിൽക്കില്ല. നീ വരുന്നുണ്ട് എൻ്റെ കൂടെ? യൂസ്ലെസ്. പട്ടിണിയാ? ഏടോ, ഇവനെ പോലുള്ളവൻ്റെ പൈസ ജീവിക്കുന്നതിന് ഭേദം പട്ടിണി കിടക്കുന്ന നാടാൻ ബസ്. ഞാൻ പോന്നു മുതലാളി. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇവിടെ നിന്ന് കൃത്യമായിട്ട് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പണിയെടുത്തിട്ടുണ്ട്, അതിലും അതിലധികമൊക്കെ. എടോ, താനൊക്കെ ഒരു കാര്യം വിചാരിക്കണം. എന്നെ ഇവനെ പോലുള്ള തൊഴിലാളികൾ ഉണ്ടെങ്കിലേ നിന്നെ പോലുള്ളവന്മാർക്ക് മുതലാളിനെ വിളിച്ച് ഞെളിഞ്ഞിരിക്കാനും ചീത്ത പറയാൻ സാധിക്കും. യൂസ്ലെസ് പോലും യൂസ്ലെസ്. എൻ്റെ പണി ആർക്ക് വേണോടാ?